ഹായ് പറയൂ. അതെ, ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ എന്ത് നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജോൺ ഒരു ഹായ് പറ. ഹായ് ഹായ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഒരു ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ കേട്ടോ. വലിയ പ്രൊഫഷണൽ കുക്കിംഗ് ഒന്നുമല്ല, എങ്കിലും ഒരു ചെറിയൊരു കുക്കിംഗ് തന്നെ. എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് ഒരുപാട് കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കിട്ടിയത് നമ്മൾ വാങ്ങിയതല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. കിട്ടിയത് ഫുള്ള് പഴുത്തതുമായിരുന്നു. എത്രയെന്ന് വെച്ചാൽ നമ്മൾ കഴിച്ചും ജ്യൂസൊക്കെ അടിച്ച് തീർക്കാം. അന്നേരം തോന്നിയൊരു ഐഡിയ ആണ് നമുക്ക് കുറച്ച് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആക്കിയാലെന്ന്. അതിൻ്റെ കാര്യമായിട്ടുള്ള പരിപാടിയിലാട്ടോ ഞങ്ങൾ. കുഞ്ഞുമാണ് നമുക്ക് എല്ലാ കൈതച്ചക്കയും അതിൻ്റെ തൊലിയും മുള്ളൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് തരുന്നത്. ആൾ ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ ഇരുന്ന് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. ഇനി ഉണ്ടാക്കി നോക്കാൻ പോകുന്ന ഐറ്റംസും ഞങ്ങൾ ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. സക്സസ് ആവുമോ ഫ്ലോപ്പ് ആവുമോ ഒന്നും അറിയത്തില്ല. എങ്കിലും ഞങ്ങൾ നോക്കുക കേട്ടോ. അങ്ങനെ വാവക്കൂട്ടിന് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആളും ആ മുള്ളൊക്കെ വലിച്ചു പറിച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട് നമ്മുടെ കൂടെ. ആൾക്കും ഇതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരുപാട് കൈതച്ചക്ക ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഫുള്ള് തീർക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാനും കൂടെ കൂടി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോ സൊറയൊക്കെ പറഞ്ഞിരുന്ന് കൈതച്ചക്ക എല്ലാം ക്ലീൻ ചെയ്യും. അതിൻ്റെ കൂടത്തെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറയുക കേട്ടോ. 1, 2, 3 ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിരുന്ന കാര്യമായിട്ടുള്ള പരിപാടിയിലാട്ടോ ഞങ്ങൾ പരിപാടി. ഇത് നമുക്ക് നോക്കാമേ. അങ്ങനെ ഈ കുഞ്ഞുണ്ടല്ലോ, അതിൻ്റെ മുള്ളെല്ലാം നല്ലപോലെ അങ്ങ് ചെത്തിയെടുക്കും. നമ്മൾ കഴിക്കുന്ന രീതി ചെത്തത്തില്ലേ, ആ രീതിക്ക് ചെത്തി എടുക്കുവാണ്. ഞാനിതിന് കുഞ്ഞിനോട് പറയും, എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നമുക്ക് കുറച്ചൊക്കെ അരച്ചെടുക്കാനുണ്ട്. അപ്പം അത്രയും നമുക്ക് ചെത്തി കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞാനതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്തു. കുഞ്ഞു നമുക്കതിൽ അരിഞ്ഞു തരുമോ കേട്ടോ. ഞാനും വാക്കൂട്ടിനിങ്ങനെ നോക്കിയിരിക്കുവാണേ. അയ്യോ, അങ്ങനെ അവസാനം നമ്മുടെ കൈതച്ചക്ക മൊത്തം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് വട്ടത്തിലും ചെറുത് കുനുകുനാന്നൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിപാടി നമുക്ക് നോക്കാം. ഈ കുനുകുനാന്ന് അരിഞ്ഞത് ഫുൾ നമുക്ക് അരച്ചെടുക്കണം. അരച്ചിട്ട് അത് അരിച്ചെടുക്കണം. നല്ല പ്യുവറായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടണം. എനിക്ക് ഈ അടുമ്പുള്ളതൊന്നും ഇഷ്ടമല്ല. അടുമ്പെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക ഉണ്ടല്ലോ, അതിൻ്റെ ഒരു തരിതിരിപ്പ് പോലെ, അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഫുള്ള് നമുക്കിനി അരച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം. എന്നിട്ട് നോക്കാം എങ്ങനെ എന്തോ പരിപാടിയെന്ന്. അങ്ങനെ ഫുള്ള് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. 2ആയിട്ടാണ് ചെയ്യുന്നത്. അതെന്തുവെന്ന് ഞാൻ പറയാമേ. അല്ല, ഇതിപ്പോൾ ആരായി ഇരിക്കുന്നേ? ഇത് നമുക്ക് ജാം ഉണ്ടാക്കാനുള്ള ജ്യൂസാട്ടോ. ഇത് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാനുള്ളത്. പിന്നെ നമുക്കിനി ഉള്ളത് ഉപ്പിലിടണം. അപ്പോൾ ഉപ്പിലിടുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ വാവക്കൂട്ടിനാട്ടോ ഉപ്പിടുന്നത്. ആൾക്ക് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. നമ്മൾ ഓക്കെ കുഞ്ഞല്ലേ ചെയ്യട്ടെന്ന് പറഞ്ഞ് ആളെ കൊണ്ട് ചെയ്യിക്കുക കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ നോർമൽ ചെയ്യുന്ന ഉപ്പിലിടുന്ന പോലെ കേട്ടോ ചെയ്യുന്നത്. ഇവിടെ പച്ചമുളകൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഉപ്പിലിടുന്നത്. ആൾക്ക് കുഞ്ഞു എല്ലാം പറഞ്ഞ് കൊടുക്കുക. അതനുസരിച്ച് ആളോരോന്ന് ചെയ്യുവാണ്. അവർ രണ്ടുപേരും കൂടെ കേട്ടോ അതിൻ്റെ പരിപാടി നോക്കിയത് ഫുള്ള്. ആ ടൈമിൽ ഞാൻ നമ്മുടെ ജാമും സ്ക്വാഷിൻ്റെ പരിപാടികളൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഫുള്ള് പൈനാപ്പിളും കൂടെ ഉപ്പിലിട്ടിട്ടുണ്ട്. ഇത് ഒരുപാട് നേരത്തെ പരിപാടി ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ 3 പേരും ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞു കൊടുത്തൊക്കെ ചെയ്തപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ വാവക്കൂട്ടനും കുഞ്ഞും കൂടെ നമ്മുടെ കൈതച്ചക്ക ഫുള്ള് ഉപ്പിലിട്ടുണ്ട്. ഇത് നമ്മൾ സുർക്കയൊക്കെ ഒഴിക്കുക കേട്ടോ. ആളതൊക്കെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഉപ്പിലിട്ടത് നമ്മുടെ വാവക്കൂട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കാം അതിൻ്റെ പരിപാടി. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പൈനാപ്പിളിൻ്റെ ജാമും സ്ക്വാഷും ഉപ്പിലിട്ടതും റെഡിയായി. ഇതാണ് നമ്മൾ ഇനി ലോങ് ടൈം കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ വിഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും സക്സസ് ആവുമ്പോൾ ഫ്ലോപ്പ് ആവുമോ നോക്കിയത് എന്തായാലും സക്സസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇത്രയല്ല, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ ഇത്രേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ഇങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ.